ആ ഇതാണ് ഉറുമ്പിന്റെ വീട്. ഉറുമ്പിന്റെ വീടാ അത്. അവിടെ ആരൊക്കെ ഉള്ളേന്നറിയോ പിക്കുനെ? ആണോ? എന്നിട്ടാ അപ്പൊ അച്ഛനും ഉറുമ്പും കുട്ടി ഉറുമ്പും അമ്മ ഉറുമ്പും മാത്രം മതിയോ? വേറെ ആരൊക്കെ ഉണ്ട് അവിടെ? അമ്മച്ചു ഉറുമ്പുണ്ട്, അമ്മമ്മ ഉറുമ്പുണ്ട്, അച്ഛമ്മ ഉറുമ്പുണ്ട്, അച്ഛറുമ്പുണ്ട്. എന്നിട്ട് അവരെല്ലാരും കൂടെ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നേ? അമ്മ പറഞ്ഞില്ലേ പീക്കു വീട് ഉണ്ടാക്കുകയാണോ? ശരി, അമ്മ പറഞ്ഞില്ലേ അവരെന്താ ചെയ്യാ? അതിൽ കുറേ പേര് പല പല സ്ഥലത്ത് പോയിട്ട് മമ്മമ്മ എടുത്തു കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും? ആ കൂട്ടില് സൂക്ഷിച്ചു വെക്കും. എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നേ? മഴയാവുമ്പോഴേ ആ എന്നിട്ട് അവരെങ്ങനെയാ കഴിക്കുക? എല്ലാരും കൂടെ ഒറ്റയ്ക്കാണോ കഴിക്കുക? എന്ത് ചെയ്യും? അവര് ഒരാൾക്ക് കിട്ടിയ അവരെല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാന്നാ അച്ഛൻ എന്തെങ്കിലും കിട്ടിയ അച്ഛൻ ഒറ്റയ്ക്ക് കഴിക്കോ? പീക്കുന് തരില്ലേ? അമ്മയ്ക്ക് തരില്ലേ? അച്ഛമ്മയ്ക്ക് തരില്ലേ? ആ നമ്മുടെ വീട്ടിൽ അച്ഛമ്മ ആപ്പിൾ കട്ട് ചെയ്യുമ്പോ അച്ഛമ്മ എന്താ ചെയ്യാ? ഫസ്റ്റ് അമ്മയ്ക്ക് തരും, അച്ഛന് തരും, പിന്നെ പീക്കുന് തരും, എന്നിട്ട് അച്ഛമ്മ എടുക്കും. അങ്ങനെയാണ് ഉറുമ്പുകളും ചെയ്യാ. അവരെന്ത് ചെയ്യുന്നറിയോ? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് സൂക്ഷിച്ച് വെക്കും, മഴയാവുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് അവർക്ക് എന്ത് കിട്ടില്ല? എവിടുന്നും ഫുഡ് കിട്ടില്ല. അപ്പം അവരെന്ത് ചെയ്യും? ആ ഫുഡ് സൂക്ഷിച്ച് വെച്ചിട്ട് അവരുടെ വീടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബോക്സ് പോലെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അവർക്ക് ഹംഗ്രി വരുമ്പം അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കും. പീക്കോ നമുക്ക് പോവാം വീട്ടിലേക്ക്. ഉറുമ്പിനോട് സംസാരിച്ചോണ്ടിരുന്ന സമയമില്ല, നമുക്ക് പിന്നെ വരാം. നോക്ക് മഴ വരുന്നുണ്ട്, പിന്നെ നമ്മൾ രണ്ടുപേരും നനയും. ബാ പോവാ നമുക്ക്. എന്നാ പിന്നെ ഞാൻ അമ്മ എങ്ങോട്ടും കൊണ്ടുവരില്ല.